ടമ്പർലോയിലേക്കുള്ള എൻ്റെ ബസ് വന്നു. ഞാനതിൽ കയറി നേരെ ടമ്പർലോയിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം എയർപോർട്ടിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു 3 മണിക്കൂറോളം. അത് കഴിഞ്ഞ് ടമ്പർലോയിലേക്ക് അതുപോലെ തന്നെ 4 മണിക്കൂർ യാത്ര ഉണ്ട്. ഈ കാണുന്നതാണ് ടമ്പർലോ സിറ്റി. ഞാനിവിടെ എത്തി. അപ്പോഴേക്കും രാവിലെ കഴിച്ച ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത്. നമ്മൾ അവരെ QR കോഡ് സ്കാൻ ചെയ്ത് അവിടുന്ന് ഓർഡർ ചെയ്യണം. അല്ലാതെ നമ്മൾ നേരെ പറഞ്ഞാൽ ഫുഡ് കിട്ടില്ല. ഇതാണ് ആ ഹോട്ടൽ. ഇനി എനിക്ക് പോകേണ്ടത് കുന്താനിലേക്കാണ്. കുന്താനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോഴേക്കും ഫുഡ് വന്നു. ഇത് ഷുഗറിന് പകരം അവർ ഉപയോഗിക്കുന്നതാണ് ആ ഒരു സ്പോട്ട്. അതെന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പ് ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ കൊന്താനിലേക്കുള്ള ബസ് കയറി. കൊന്താനിലേക്ക് പോകുന്ന വഴി നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അറ്റ് ലാസ്റ്റ് നൈറ്റ് ഞാൻ കൊന്താനിലെത്തി. ഏകദേശം 9 മണിയായിട്ടുണ്ട് കൊന്താനിലെത്തുമ്പോൾ. ഇവിടുന്ന് റൂമിലേക്ക് എന്നെ പിക്ക് ചെയ്യാൻ ഫാത്തിമ ആൻറ്റി വരും. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ കാണുന്ന സ്നാക്ക്, ഇത് രാവിലെ 3 വാങ്ങിയതിൽ 1 ബാക്കിയുള്ളതാണ്. സോസേജാണ്. അത് കഴിച്ചു. അപ്പോഴേക്കും അവർ വന്നു, എന്നെ പിക്ക് ചെയ്തു. പോകുന്ന യാത്രയിൽ ഫുഡ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവർ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ സൂപ്പ് മതി എന്ന് പറഞ്ഞു. ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി ഒരു സൂപ്പ് വാങ്ങി. സൂപ്പ് ഒരു വെറൈറ്റി ആയിരുന്നു. മഷ്റൂമും ചിക്കനുമുള്ള സൂപ്പായിരുന്നു. ഇതൊരു കുറച്ച് ഉള്ളോട്ട് പോയിട്ടാണ്, ഒരു വില്ലേജിലാണ് ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡ് കിട്ടി. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ച് നേരെ റൂമിലേക്കുള്ള യാത്രയായി. ഇതാണ് ഫാത്തിമ ആൻറ്റി, വണ്ടി ഓടിക്കുന്ന ഒരു ഫ്രണ്ടാണ്. ഇവർ 2 പേരും എന്നെ റൂമിലേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ നേരെ റൂമിലെത്തി. അവിടെ ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. ട്രെയിനിങ് ഡേയിൽ ഇവിടെ എനിക്ക് ഹോട്ടലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലല്ല, മെയിനായിട്ടുള്ള വർക്ക്ഷോപ്പ് വരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പം 4 ദിവസം ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷനാണിത്. ഇതൊരു പഴയ കാല ഗവൺമെൻറ് ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രഡീഷണൽ ഫീലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതവരെ ലോബിയാണ് ഫ്രണ്ടിൽ കാണുന്നത്. അവിടുന്ന് നമ്മൾ സംസാരിച്ചു. 320 റിങ്കിറ്റാണ് ഞാനവിടെ കൊടുത്തത് 4 ദിവസത്തേക്ക്. ഇതിൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. രാത്രി ആയിട്ടുണ്ട്. ഞാൻ നേരെ റൂമിലെത്തി. ഇതാണ് റൂം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാക്കി കാര്യം അടുത്ത വീഡിയോയിൽ.